സംസ്ഥാനത്തെ ബാർ ഹോട്ടൽ ബിസിനസ് നഷ്ടക്കച്ചവടമാണോ? ആണെന്നാണ് ബാർ ഉടമകളുടെ സ്ഥിരം പല്ലവി. എന്നാൽ സാധാരണ ബാറിൽ പോലും ശരാശരി ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1.5 മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള വിൽപ്പനകൾ നടക്കുന്നുണ്ട്. ബാറിൻ്റെ നിലവാരവും സ്ഥലത്തിൻ്റെ പ്രത്യേകതയും അനുസരിച്ച് ഇത് 5-6 ലക്ഷം വരെ ഉയർന്നേക്കാം. ഒരു ദിവസത്തെ വിൽപ്പനയാണ്, അല്ലാതെ 2-3 ദിവസത്തെ വിൽപ്പനയല്ല. ലൈസൻസ് ഫീസ് ഉൾപ്പെടെ എല്ലാ ചെലവുകളും കഴിഞ്ഞ് വിൽപ്പനയുടെ 15 മുതൽ 20% വരെ ഉടമയുടെ പോക്കറ്റിലെത്തും. സാധാരണക്കാരൻ്റെ പ്രിയപ്പെട്ട ജവാൻ റമ്മിന് ലിറ്ററിന് 640 രൂപയാണ് ബീവറേജ് കോർപ്പറേഷനിലെ വില. ബാറിൽ പെഗ് റേറ്റിനാണ് വില. പെഗ്ഗിന് കുറഞ്ഞത് 65 രൂപ. 16.5 പെഗ്ഗാണ് 1 ലിറ്റർ. 1 ലിറ്റർ വിൽക്കുമ്പോൾ കിട്ടുന്നത് 1072 രൂപ 50 പൈസ. ഇതിൽ നിന്നുള്ള ലാഭം 432 രൂപ. ബാറുകളുടെ നിലവാരമനുസരിച്ച് പെഗ് റേറ്റ് കൂടാം, ലാഭവും. സാധാരണ ബാറിൽ ജവാൻ റം ദിവസം 750 മുതൽ 850 പെഗ് വരെ വിൽപ്പനയുണ്ട്. മദ്യത്തിൻ്റെ വില കൂടുന്നതിനനുസരണമായി പെഗ് റേറ്റും ലാഭവും ഉയരും. അതിശയിപ്പിക്കുന്ന ലാഭമാണ് ബാർ ഉടമകൾക്ക് കിട്ടുന്നതെങ്കിലും പിരിവാണ് ഭാരം. തെരഞ്ഞെടുപ്പുകളിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് വൻതുക സംഭാവന നൽകണം. ഓരോ ബാറിൽ നിന്ന് നിശ്ചയിക്കുന്ന തുക ഉടമകളുടെ സംഘടന സമാഹരിച്ച് വീതിച്ചു നൽകും. നേരത്തെ 25,000 മുതൽ 50,000 വരെയായിരുന്നു, ഇപ്പോൾ അത് ലക്ഷങ്ങളായി. ഇതിനു പുറമെയാണ് ലോക്കൽ നേതാക്കൾക്കുള്ള സംഭാവന. എത്ര സംഭാവന കൊടുത്താലും ബാർ ഒരു പൊന്മട്ടയിടുന്ന താറാവ് തന്നെയാണ്. ഒരിക്കലും നേരെ ചൊവ്വേ നടത്തുന്ന ഒരു ബാറും നഷ്ടത്തിലാവുകയില്ല. ഇതിനിടയിലാണ് സർക്കാരിൻ്റെ ഓരോരോ നയങ്ങൾ കൊണ്ടുവരുന്നത്. ഇവിടെ മദ്യലഭ്യത കുറയ്ക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം ഒരു വശത്ത് സർക്കാർ നടത്തുമ്പോൾ, അതേ സർക്കാർ തന്നെ മറുവശത്തൂടെ ബാറുകളുടെ എണ്ണം കൂട്ടാനുള്ള നടപടിക്രമങ്ങൾ നടത്തി വരികയാണ്. അതായത് ഒരേ സമയം വേട്ടക്കാരനൊപ്പവും ഇരയോടൊപ്പവും ഓടുന്ന രീതിയാണ് സർക്കാരിൻ്റേത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. നിലവിൽ 801 ബാറുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. പല ജില്ലകളിലായി 14 പുതിയ അപേക്ഷകൾ പരിശോധനയുടെ ഘട്ടത്തിലാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പുതുതായി നൽകിയത് 97 ബാർ ലൈസൻസുകളാണ്. 2016-ൽ 29 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം പൂട്ടിയിട്ടിട്ടാണ് UDF പോയത്. പിന്നീട് വന്ന പിണറായി സർക്കാരിൻ്റെ തീരുമാനപ്രകാരം പൂട്ടിയ ബാറുകളിൽ 4 സ്റ്റാർ ബാറുകൾ കൂടി തുറക്കാൻ അനുമതി നൽകി. പുതിയ 200 ലൈസൻസുകളും അനുവദിച്ചു. 2021-ൽ ഇടത് സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ ബാറുകളുടെ എണ്ണം 671ആയി. ക്ലാസിഫിക്കേഷൻ ഉയർത്തി ലൈസൻസ് നേടിയവയും അതുപോലെ തന്നെ 3 സ്റ്റാറും ഉൾപ്പെടെയാണ് ഇപ്പോൾ 801 ബാറുകൾ വരെ എത്തിയത്. ഇനിയുമുള്ള 2 വർഷത്തെ കാലാവധിയിൽ ഇത് 1000 തികയ്ക്കുമോ? അതിനുള്ള തീവ്ര യത്നത്തിലാണ് സർക്കാർ.